വടംവലി ഒരു നല്ല കായിക വിനോദമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം അതിൽ ബുദ്ധിയോ കഴിവുകളോ ഒന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. രണ്ട് വിഭാഗം ആളുകൾ നിന്ന് ഒരു ഒരു വടത്തിൽ കയറി വലിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. അതിൽ ആ നിശ്ചിത പോയിൻ്റ് കിടക്കുന്ന ആൾ പിന്നെ വലിച്ച് മറ്റേ വിഭാഗത്തെക്കാൾ മുന്നിൽ ആ പോയിൻ്റ് കിടക്കുന്ന ആളുകൾ അവർ വിജയിക്കുന്നു. മിക്കപ്പോഴും ഈ തോൽക്കുന്ന ആളുകളങ്ങ് വീണുപോകും കാരണം ഈ വലിയുടെ ശക്തിയിൽ. ഇതല്ലാതെ അതിൽ എന്തെങ്കിലും ഒരു കഴിവോ നമ്മുടെ പിന്നെ ബുദ്ധിശക്തിയോ തന്ത്രങ്ങളോ ഇതൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. മറ്റെല്ലാ വിനോദങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബുദ്ധിക്കും പിന്നെ കഴിവുകൾക്കും ഒക്കെ ഒരു പ്രാധാന്യം ഉണ്ടാവും. ഇവിടെ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇതത്ര വലിയ സംഗതിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, കയറാണ് ആകപ്പാടെ. കയറിനെ പറ്റി നമ്മുടെ ഒരു സങ്കല്പം തന്നെ, കയറിന് ഒരു മുഴം കയറിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ കയറിന് അവിടെയാണ് വലിയ പ്രാധാന്യമുള്ളതെന്നാണ് തോന്നിയിരിക്കുന്നത്. കളിയിൽ വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്തായാലും ഈ നിലപാടൊന്ന് മാറ്റാനായിട്ട് ഞാനിപ്പം തയ്യാറെടുക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ റോക്ക്ലാൻഡ് കൗണ്ടിയിൽ ജ്ഞാനായ സെൻറ്ററിൽ വെച്ചൊരു വടംവലിയിൽ പങ്കെടുത്തു. അത് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ കാണുകയുണ്ടായി. വാസ്തവം പറഞ്ഞാൽ വടംവലി ഒരു ഉത്സവമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ കണ്ടത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഉള്ള ആ ഉത്സവം, ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള അമ്പലത്തിലോ അല്ലെ പള്ളികളിലോ ഒക്കെ ആ ഉത്സവവും അനുബന്ധിച്ച് നടക്കുന്ന കലാകായിക പരിപാടികൾ, ആ ഒരു മേള, അത് ഇവിടെ ആവർത്തിച്ചതുപോലെ എനിക്ക് തോന്നി. ഈ ഒരു പിന്നെ വടംവലി ഒരു ഭാഗത്തോട്ട് നടക്കുന്നു, അത് കാണുന്ന ആളുകൾ, അതേസമയം തന്നെ മറ്റു വിനോദങ്ങളും, പൊതുവിൽ എല്ലാം കൊണ്ടും ആസ്വാദ്യകരമായ ഒരു പരിപാടി അത് മാറ്റാനായിട്ട് സംഘാടകർക്ക് കഴിഞ്ഞു. അത് ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ്ബ് എന്ന സംഘടനയാണ് അവരുടെ 3ാമത്തെ വടംവലി മത്സരമാണിത്, അന്താരാഷ്ട്ര വടംവലി മത്സരം. അവർക്ക് വലിയ ഒരു സല്യൂട്ട്. ഇനി അതിനേക്കാളുപരി ഞാൻ ശ്രദ്ധിച്ചത് ആ ജ്ഞാനായ സെൻറ്ററിൻ്റെ ഒരു മഹത്വമാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെണ്ട കൊട്ടുകയും പാട്ട് പാടുകയും നമ്മുടെ മലയാളത്തിൽ പിന്നെ പാട്ട് പാടുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം തൊട്ടടുത്ത് വീടുകൾ ഇല്ല, തൊട്ടടുത്ത് കുറേ സ്ഥാപനങ്ങളാണ്. അവിടെയൊന്നും രാത്രിയൊന്നും ആളുകളില്ല. അപ്പം നമുക്ക് അവിടെ കിടന്ന് ഈ നാടൻ ശൈലിയിൽ ഏത് രീതിയിലും കൂവി വിളിച്ച് അലറി വിളിച്ച് പിന്നെ അർമാദിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിയിരിക്കുന്നു. വളരെ നല്ലൊരു കാര്യം. ഔട്ട്ഡോറിലാണ് നടന്നത്. പിന്നെ ജ്ഞാനായ സെൻറ്റർ അന്ന് വാങ്ങുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, ബേബി ഊരാളിൽ KCCNA പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് അത് വാങ്ങുന്നത്. അപ്പോൾ അന്നത് വാങ്ങുമ്പോൾ ചിലരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ജ്ഞാനായക്കാരൊക്കെ കൂടുതലും ഈ ക്യൂൻസ് ആ ഏരിയയിലായിരുന്നു അക്കാലത്ത്. പക്ഷേ ഇന്നിപ്പം ധാരാളം പേര് വെസ്റ്റേസ്റ്റിലും പിന്നെ റോക്ക്ലാൻഡ് കൗണ്ടിയിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം അന്ന് വാങ്ങിയിട്ടത് എത്രയോ നന്നായി എന്ന് തോന്നിപ്പോയി. ആ ഒരു ആംബിയൻസ്, ആ പുറം ഔട്ട്ഡോറിൽ ആ വിശാലമായ സ്ഥലത്തും, അതുപോലെ തന്നെ ആ പിന്നെ മരങ്ങൾക്കൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു കലാപരിപാടി കൂടെ നല്ല ഫോട്ടോജനിക്. അപ്പോൾ ഇതിലെ രസകരമായ കാര്യം ഈ വടംവലി മാത്രമല്ല. വടംവലിയാണെങ്കിൽ ഇപ്പം ഒരു മത്സരം 14 ടീമുണ്ടായിരുന്നു. അവർ തമ്മിൽ മത്സരിക്കാനായിട്ട് 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ മത്സരം. അത് പക്ഷേ രാവിലെ തുടങ്ങി രാത്രി 10 മണി വരെ അത് തുടർന്നു. അത് പല ഘട്ടങ്ങളിലായിട്ട് തുടരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് കലാപരിപാടികൾ, ഈ ചെണ്ടമേളം, അതുപോലെ തന്നെ ലക്ഷ്മി ജയൻ്റെ ഗാനമേള എന്ന് പറയില്ല, അവരുടെ ഗാന പരിപാടി, ഇങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉദ്ഘാടനം, ഈ കൗണ്ടി നേതാക്കളെല്ലാം കൊണ്ടുവന്നുള്ള ഉദ്ഘാടനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ. ഇതിൻ്റെ പുറമെയാണ് ഈ ഫുഡ് കാർട്ടുകൾ. അത് ഏറ്റവും നന്നായും തോന്നുന്നു. ധാരാളം ഇഷ്ടംപോലെ ഭക്ഷണം ലഭിക്കും, കാശ് കൊടുത്താൽ മതി. അത് പല ഹോട്ടലുകളെല്ലാം അവരുടെ ഔട്ട്ലെറ്റുകൾ അവിടെ തുറന്നു. അപ്പോൾ ഇത് കാണാനായിട്ട് ധാരാളം പേര് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും രാവിലെ നേരത്തെ വന്നു, അത് തീരുന്നവരെ പിന്നെ കൊച്ചു പിച്ചടക്കം എല്ലാം അവിടെ പിന്നെ നിലകൊണ്ടു എന്നുള്ളതും വലിയൊരു കാര്യമായിട്ട് തോന്നി. നല്ലൊരു കാര്യം, നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. ഒരു വടംവലി ഒരു മത്സരം എന്നതിനുപരി ഇങ്ങനെ ഒരു ഉത്സവമാക്കി മാറ്റി എന്നുള്ളതാണ് ഈ സംഘാടകരുടെ മികവ്. അപ്പോൾ അതിൽ ഈ സംഘാടകർക്ക് പുറമെ അതിനെ സഹായിച്ച ആളുകൾ, അതിൻ്റെ സ്പോൺസർമാർ, ഇവരെല്ലാം അതിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ്. ഇനി ഇതിൽ പങ്കെടുത്ത കളിക്കാർ അയർലൻഡിൽ നിന്ന് ഒരു ടീം വന്നു. അവർ 2ാം സ്ഥാനം നേടി. പിന്നെ തൊടുഗൻസ്. ഇനി 1ാം സ്ഥാനം നേടിയതാകട്ടെ കാനഡയിൽ നിന്ന് വന്ന ഗ്ലാഡിയേറ്റേഴ്സ്. കഴിഞ്ഞ വർഷവും അവർക്കായിരുന്നു 1ാം സ്ഥാനം. അവർക്ക് തന്നെ 1ാം സ്ഥാനം കിട്ടുള്ളൂ എന്ന് എനിക്ക് ആദ്യം തന്നെ ഉറപ്പായിരുന്നു. കാരണം അവരാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എന്ന് ആ ടീമിലുള്ളവർ 7 പേര് വീതം. അപ്പോൾ ആ ടീമാണ്. മറ്റുള്ളവരൊക്കെ അത്രയ്ക്ക് പോരാ, ആ സ്ട്രെങ്ത് അത്ര പോരാ എന്ന് തോന്നിപ്പോയി. എന്തായാലും ഈ വടംവലി അതിനെ ആസ്വാദ്യകരമാക്കുന്നത്, ഈ വടം വലിച്ച് 2 കൂട്ടർ അവിടെ നിൽക്കുന്നു. അപ്പം
അതൊരു ഭിത്തി പോലെ ഈ ഈ വടം ഒരു ഭിത്തി പോലെ അവിടെ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, അനങ്ങാതെ അങ്ങ് നിൽക്കുന്നു. രണ്ടു കൂട്ടരുടെ അവരുടെ ആ സ്ട്രെങ്ത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഒരു കൂട്ടരൊന്ന് അയുന്ന ഒരു സ്ഥിതി വരുമല്ലോ. അങ്ങനെ ഒരു കൂട്ടർ അയുന്നു, മറ്റൊരു വിജയിക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയ അതെന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണികൾക്കും ആവേശമുണർത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഈ ഓണത്തിൻ്റെ ഇടയിൽ ഒരു വടം കൊണ്ടുവന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു, ആളുകൾ കുറേ പേര് വീണു. അത് ഈ ചതുപ്പ് പോലുള്ള സ്ഥലത്താണല്ലോ, അവിടെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല വീഴുന്നതിന്. അത് എല്ലാവരും ആർപ്പ് വിളിച്ചു, അവിടെ കൊണ്ട് തരുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇതൊരു കായിക പരിപാടിയായിട്ട് ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും നമുക്കറിയാം, ജ്ഞാനായ സമുദായമാണ് ഇങ്ങനെയുള്ള ഈ കായിക പരിപാടികളിൽ ഏറ്റവും മികവ് കാണിക്കാറുള്ളത്. വോളിബോൾ കൊണ്ടുവന്നതിലും ഒക്കെ ഏറ്റവും വലിയ പങ്ക് അവരാണ് വഹിച്ചിരിക്കുന്നത്. ഇവിടെയും അവർ തന്നെയാണ് ഇതിന് മുൻപന്തിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അയർലൻഡിൽ നിന്നൊക്കെ ആളുകൾ സ്വന്തമായിട്ട് കാശ് മുടക്കിയാണ് ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് കിട്ടുന്ന ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് എവർ റോളിംഗ് ട്രോഫിയും 5555 രൂപ. റോബർട്ട് അരിച്ചെറിയാണത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അടുത്ത സമ്മാനം 3333, അതും ട്രോഫി. അങ്ങനെ അത്രയേ ഉള്ളൂ. അത്രയും ചെറിയൊരു സമ്മാനത്തുകയിൽ ഇത്രയും പേര് വരണം. സമ്മാനത്തുകയുടെ വലിപ്പമല്ല, ഇതിലുള്ള താല്പര്യം. അപ്പോൾ താല്പര്യം വെച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവിടെ വരുന്നു, ട്രോഫി നേടുന്നു എന്നുള്ളത് ഏറ്റവും ജനപ്രിയ ഒരു കായിക പരിപാടി കിട്ടുന്ന ജനപ്രിയതയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാം എന്തെങ്കിലും ഒരു നാൾ ഈ വടംവലി ഒളിമ്പിക്സിൽ എത്തിപ്പെടുകയില്ല എന്ന് ആരറിഞ്ഞു? നമുക്കറിയില്ല. ഇങ്ങനെ ഓരോന്ന് പോപ്പുലറൈസ് ചെയ്ത് കഴിയുമ്പം ആളുകൾക്ക് അതിനുള്ള താല്പര്യം കൂടുമ്പോൾ അത് മറ്റ് രംഗങ്ങളിലേക്കും വരാനായിട്ട് കൂടുതൽ പേര് അതിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി വന്നുകൂടാഴുകയില്ല. എന്നാൽ അവിടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ജോർജ് ഹോമാൻ, ക്ലാർക്സ്റ്റൗൺ സൂപ്പർവൈസർ, അദ്ദേഹം പറഞ്ഞത് ഈ ടഗ് ഓഫ് വാർ ഗവൺമെൻറ്റുമായിട്ടൊക്കെ സ്ഥിരമായിട്ട് ടഗ് ഓഫ് വാർ നടത്താറുള്ളതാണ് വടംവലി. പക്ഷേ ശരിക്കുള്ളൊരു വടംവലി ഇപ്പോഴാണ് ഇവിടെയാണ് കാണുന്നത് എന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷം. ആ വടംവലി അത് വിജയകരമായി നടത്തിയ ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ്ബ്, അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത ടീമംഗങ്ങൾ. ഇതിലുപരി എനിക്ക് ഏറ്റവും തോന്നിയത് ഈ ഹൂസ്റ്റണിൽ നിന്ന് വന്ന സിജിൽ, അദ്ദേഹമാണ് അതിൻ്റെ മുഖ്യ അനൗൺസറായിട്ട് നിന്നത്. അത് അനൗൺസ്മെൻ്റ് അത് കേൾക്കണം. ഈ മുട്ടുകാല് മുതൽ ചട്ടുകാല് വരെ പ്രാസമൊപ്പിച്ചും സിനിമാ ഗാനങ്ങൾക്കും ചേർത്തും ഒക്കെ അവതരിപ്പിക്കുന്ന നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നമുക്ക് വിരസത തോന്നുന്നില്ല. അവിടെ ഈ കായിക പരിപാടി നടക്കുന്നില്ലെങ്കിൽ കൂടി ഈ അനൗൺസ്മെൻറ്റ് അത് വലിയൊരു സംഭവമായിട്ട് ഈ മാമാങ്കത്തെ വലിയൊരു സംഭവമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് അതാണെന്ന് തോന്നുന്നു. എന്തായാലും സിജിലിനും ബിഗ് സല്യൂട്ട്. ഇങ്ങനെ നമ്മുടെ ആളുകൾക്കെല്ലാം ഒത്തുകൂടാനും ഈ വിരസതയാർന്ന ഒരു വീക്കെൻഡ് ആസ്വാദ്യകരമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമുക്ക് വടംവലി ഇനിയും വരാൻ പോകുന്നുണ്ട്. ചിക്കാഗോയിലുണ്ട്, ഹൂസ്റ്റണിലുണ്ട്. അവയൊക്കെ വൻ വിജയമാകട്ടെ. പറ്റുന്നവരെല്ലാം അവിടെ പോയി കാണണം. ഇതൊരു മാമാങ്കം, ഒരു ഉത്സവമായി മാറട്ടെ. നമ്മുടെ ഒരു ദേശീയ ഉത്സവമായിട്ട് ദേശീയ കായിക മേളയായിട്ട് നമുക്ക് മാറ്റാം. മലയാളികളുടെ ദേശീയ കായിക മേള ഈ വടംവലി, അതാണ് നമ്മുടെ ഒരു മുഖമുദ്രയായിട്ട് വരാൻ പോകുന്നത് എന്ന് പറയാം. ഈ നാട്ടിലൊക്കെ അന്യം നിൽക്കുന്ന കലകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഈ പ്രവാസ നാട്ടിലാണ് ശക്തിപ്പെട്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ പോരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂടെ കൊണ്ടുപോകുന്നു. അത് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാട്ടിലുള്ളവർക്ക് വേണ്ടെങ്കിൽ കൂടി പലതും നമ്മളിവിടെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ ഒരു പരിപാടിയായിട്ടാണ് എനിക്കിതിനെയും തോന്നുന്നത്. എന്തായാലും ഇത് നല്ലൊരു കാര്യം തന്നെ. ഇനിയിപ്പം നമുക്ക് വടംവലി നടത്തുന്നിടത്തൊക്കെ ഒരു ഉത്സവമായിട്ട് മാറട്ടെ. കൂടുതൽ ആളുകൾ പങ്കെടുക്കട്ടെ. ഇതൊരു നല്ല മേളയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.